നമുക്ക് രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു കഥയായിട്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ശ്രുതിക്ക് വിശേഷമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ദേവു വിളിച്ചിട്ട് രേവതിയോട് പറയണം. അപ്പോഴേക്കും രേവതി ചോദിച്ചു, അല്ല നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഇവിടെ വെച്ചപ്പോ ശ്രുതി ചേച്ചിനെ കണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്ക് ഒരു കാര്യം ഉറപ്പായി, ശ്രുതി ഗർഭിണിയാന്നുള്ള കാര്യം. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ദേവു അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതൊക്കെ മറിഞ്ഞിരുന്ന് ശ്രുതിയും മീരയും കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്ത് വല്ലാതെ ടെൻഷനോട് കൂടിയിട്ട് ശ്രുതി സിറ്റ് ഔട്ട് വന്നിരിക്കുകയാണ്. ശ്രുതിയുടെ അടുത്തേക്ക് രവീന്ദ്രൻ വന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? അച്ഛൻ അമ്മയോടൊന്ന് സംസാരിക്കുവോ? ശ്രുതി അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരാനായിട്ട്. എടാ ഞാനല്ല ഇവിടെ തീരുമാനം എടുക്കുന്നേ, നിന്റെ ഭാര്യയാണ് ശ്രുതി. അപ്പൊ നീ വേണം തീരുമാനം എടുക്കാനായിട്ട്. അച്ഛ ഞാൻ പറഞ്ഞാലൊന്നും അമ്മ അനുസരിക്കില്ല. ഞാൻ ഇനി അഥവാ അവളെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ വലിയ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞു. എടാ നീ ധൈര്യപൂർവ്വം പോയി അവളെ വിളിച്ചോണ്ട് പോവാ. അതെ ഇവിടെ നടക്കത്തുള്ളൂ, നീ ധൈര്യം കാണിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന ചന്ദ്രമതി പറഞ്ഞു, ദേ അച്ഛനും മോനും കൂടെ എടുക്കുന്ന തീരുമാനമൊക്കെ കുഴപ്പമില്ല. എടാ ശ്രുതി, നീ അവളെ എങ്ങാനും വിളിച്ചോണ്ട് വന്നത് പരമാർത്ഥമാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തുള്ളെന്ന് പറഞ്ഞു. അമ്മേ ഞാനൊന്നും പറഞ്ഞോട്ടെ, അവള് ഗർഭിണിയാ, പിന്നെ ഒരു ഗർഭിണി വന്നിരിക്കുന്നു, അവൾ ഇതല്ല ഇതിന് അപ്പുറത്തെ നാടാൻ കാണിക്കുന്നു പറഞ്ഞു. ഈ സമയത്താണ് രേവതി സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിക്ക് എന്തോ രേവതി പറഞ്ഞ കാര്യം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പ്രഗ്നന്റ് എന്നുള്ള കാര്യം ശ്രുതി. കാരണം എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളും സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു. രേവതി വന്നിട്ട് പറഞ്ഞു, അമ്മേ ശ്രുതി പറഞ്ഞ കാര്യം സത്യവാ, ശ്രുതി പ്രഗ്നന്റ് ആന്ന് പറഞ്ഞു. അത് നിനക്കെങ്ങനെ അറിയാം? ഇപ്പൊ ദേവു വിളിച്ചിട്ടുണ്ടായിരുന്നു, അവള് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് എന്നിട്ടുണ്ടായിരുന്നു പോലും ശ്രുതി. അങ്ങനെ ദേവു കണ്ട ദേവിനോട് പറഞ്ഞത് ആര് പറഞ്ഞത്? മീരയെ പറഞ്ഞത് പ്രഗ്നന്റ് ആന്നുള്ള കാര്യങ്ങളൊക്കെ. ദേവേന്ദ്രൻ പറഞ്ഞു, കണ്ടില്ലേ ചന്ദ്രേ, ഇനി നീ എന്തിനാ വിഷമിക്കുന്നേ? അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരട്ടെ ശ്രുതി. ശ്രുതി എന്തൊക്കെ പറഞ്ഞാലും ശരി, അവളെ വിളിച്ചോണ്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അമ്മേ അവൾ എന്റെ ഭാര്യയല്ലേ, ഈ സമയത്ത് അവളുടെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട ആള് ഞാനല്ലേ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. പിന്നെ അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ എങ്ങാനും വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അങ്ങോട്ട് കയറിപ്പോയി. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ടെൻഷനായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷയുടെ അടുത്തേക്ക് ശ്രീകാന്ത് വന്നു. അപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് പറഞ്ഞു, അതെ ഇത് കഴിക്ക് വർഷയെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട ശ്രീകാന്ത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയും ശരിയാന്നേ, നമ്മുടെ കുഞ്ഞു വളരണ്ടേ, ഒരു കുഞ്ഞു മിണ്ടല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് രേവതി അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. രേവതി ഓടുന്നു, എന്താ ഇത് കണ്ടോ, ഇവൾക്ക് ഇത് കഴിക്കാൻ കൊടുത്തിട്ട് കഴിക്കുന്നില്ല, ഞാൻ കഴിപ്പിക്കാന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ ഇരുന്നു. പറഞ്ഞു ഇത് കഴിക്കാൻ പറഞ്ഞു. വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയാ ശരിയാവുന്നേ? ഇത് കഴിക്കാൻ പറഞ്ഞ് നിർബന്ധപൂർവ്വം എന്ത് ചെയ്തു, ഒരു പീസ് ആപ്പിൾ എടുത്ത് വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വർഷ എങ്ങനെ കഴിക്കാൻ നിർബന്ധിതയാവുകയാണ്. വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. രേവതി ഭയങ്കര കെയറും കൂടി കൂടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നീട് പറഞ്ഞു, അതെ നീ ഇപ്പൊ ഇത് കഴിക്കാൻ മടി കാണിക്കുന്നു, അവള് കണ്ടോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ചിലപ്പോ എല്ലാം ഒളിച്ചും പാത്തും മുറി കൊണ്ടേ വെച്ച് വേണേ കഴിക്കൂന്ന് പറഞ്ഞു. അങ്ങനത്തെ സ്വഭാവം, അവൾ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞു. അവളോ? അതാരാ? അപ്പൊ അറിയത്തില്ല ആരുടെ കാര്യം പറയണെന്ന്. ഇല്ല ശ്രുതിയുടെ കാര്യമാണ് പറഞ്ഞേ. ശ്രുതിയുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരുവാണോ? അതേന്നെ, അവളും പ്രഗ്നന്റ് അല്ലേ? പ്രഗ്നന്റാ? ശ്രുതി ഈ സമയത്ത് ശ്രീകാന്തും വർഷവും ഒരേപോലെ അമ്പരന്ന് പോയി. അല്ല ഞങ്ങളൊന്നും അറിഞ്ഞില്ലോ. അല്ല അപ്പൊ അമ്മയൊന്നും ഈ കാര്യം പറഞ്ഞില്ലേ? ഭാമാന്റെ ഇവിടെ വന്ന് ഈ കാര്യം പറഞ്ഞത് ശ്രുതി പ്രഗ്നന്റ് ആന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല, രേവതി ചേച്ചിന്ന് വർഷം പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ, അന്നോട് ശ്രുതിയേട്ടൻ പറഞ്ഞത് പോലുമില്ല. വർഷ ചിരിക്കുവാണ് അത് കേട്ടിഞ്ഞപ്പോ. നീ എന്താടി ചിരിക്കുന്നേ? അങ്ങനെ തന്നെ വേണം ശ്രുതിയേടത്തേക്ക്. അതേ കള്ളത്തരം പറഞ്ഞതിനുള്ള ശിക്ഷ കൊടുത്ത ദൈവം. ശിക്ഷയോ? അതേന്നെ, ഗർഭിണിയായത് ശിക്ഷ തന്നെയാന്ന് പറഞ്ഞു. അതെ എനിക്ക് ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞ് വർഷം അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, കണ്ടില്ലേ അവള് കഴിക്കത്തില്ല രേവതിയെടുത്തിന്ന് പറഞ്ഞു. അവള് കഴിച്ചോളും, എടാ അവളുടെ മനസ്സൊക്കെ മാറും, നീ സമാധാനമായിട്ടിരുന്ന് ഒന്ന് ജോലിയൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ ആശ്വസിപ്പിച്ചിട്ടാണ് രേവതി പോകുന്നത്. ശ്രീകാന്തിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ. ദൈവമേ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിട്ടും ആരും ഒന്നും വിളിക്കുന്ന പോലും ഇല്ലല്ലോ. മീരയോട് പറഞ്ഞു, എടി നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ദേവുവിനെ കൊണ്ട് പറയിച്ചിട്ട് പോലും ഇതുവരെയായിട്ട് അവിടെ നിന്ന് ആരും വിളിച്ചില്ലല്ലോ, ശ്രുതി പോലും ഒന്നും വിളിച്ചില്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞെന്ന് തോന്നേ, അതുകൊണ്ടാ. ഇനി ഇപ്പൊ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്രുതി സങ്കടത്തോട് കൂടിയിട്ടാണ് പോയി കിടക്കണേ. ഈ സമയത്ത് ശ്രുതിയും കിടക്കുക. ശ്രുതിക്കാണ് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഒടുവില് ശ്രുതി ഇങ്ങനെ ഒന്ന് മയങ്ങി പോവാണ്. ആ മയക്കത്തിൽ ശ്രുതി തന്റെ കുഞ്ഞിനെ സ്വപ്നം കാണുവാണ്. തന്റെയും ശ്രുതിയുടെ നടുക്ക് കിടക്കുന്ന കുഞ്ഞ്
അങ്ങനെ കുഞ്ഞും കൈകാലിട്ടൊക്കെ അടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശ്രുതി സ്വപ്നത്തിൽ ഞെട്ടി ഉണർന്നു. ശ്രുതിക്ക് കണ്ടത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ശ്രുതിയെ കാണണം തോന്നുവാണ്. ഒന്ന് വിളിച്ചു നോക്കിയാലോ. അങ്ങനെ ഒടുവിൽ ശ്രുതിയെ ഫോൺ വിളിക്കുവാണ്. അങ്ങനെ ശ്രുതിയുടെ കോള് കണ്ടപ്പത്തിന് ശ്രുതി ചാടി എഴുന്നേറ്റു. എന്താ ശ്രുതി, എന്താ വിളിച്ചെന്ന് ചോദിക്കുകയാണ്. അതെ, നീ ഗർഭിണിയാന്ന് അറിഞ്ഞിട്ട് എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും വിളിച്ചല്ലോ. ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ശ്രുതി ഒന്ന് കോള് വിളിക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ അമ്മ സമ്മതിക്കാത്തോണ്ടാ. സാരമില്ല ശ്രുതി, എനിക്ക് സങ്കടമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ല, നീ ഗർഭിണിയായിട്ട് എന്നെ വിളിച്ചെന്താ പറയാത്ത എന്താ? അതെ, ഞാൻ പലവട്ടം വിളിച്ച, പക്ഷെ എങ്കിലും ശ്രുതി കോൾ എടുത്തില്ല ഈ കാര്യം പറയാനായിട്ട്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, എനിക്ക് നിന്നെ കാണാൻ തോന്നുക. ഈ സമയത്ത് നിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവണ്ടല്ലേ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതിനെന്താ, നീ എൻ്റെ അടുത്തേക്ക് പോരെ. അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വാ ശ്രുതി, എനിക്കും കാണാൻ ഭയങ്കരമായിട്ട് കൊതി തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയം മീര ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നു. മീര നോക്കുമ്പോഴത്തേനും ശ്രുതി ഫോൺ വിളിക്കുന്ന കേട്ടു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മീര എഴുന്നേറ്റ് ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ശ്രുതിയാണോ വിളിച്ചേ? അതെ. അപ്പൊ വീണ്ടും നീ അവനെ പറ്റിക്കാൻ തുടങ്ങിയല്ലേന്ന് ചോദിച്ചു. എന്ത്? അല്ല, നീ പറഞ്ഞ നുണകളെല്ലാം അവൻ വിശ്വസിച്ചില്ലേന്ന് ചോദിച്ചു. എടി, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി പറ്റിയാൽ മതിയാവുള്ളൂ. എടി, നിന്റെ അമ്മായിമ്മയുടെ സ്വഭാവം അറിയാലോ, കള്ളത്തരമാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും മനസ്സിലാവാനൊന്നും പോകുന്നൊന്നുമില്ല. നീ ധൈര്യമായിട്ട് ഇരിക്കുക. എടി, ആ വീട്ടിലുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നീ പറയുന്ന കള്ളത്തരങ്ങളെല്ലാം അവർ ഇത്രമാത്രം ഇങ്ങനെ വിശ്വസിക്കുക. ഇത് ഒന്നും രണ്ടും വട്ടമല്ല, എത്ര വട്ടം അവരിങ്ങനെ കള്ളത്തരം പറയണേ. അല്ല, എത്ര വട്ടമാ നീ ഇങ്ങനെ കള്ളത്തരം പറയണേ. അപ്പൊ അതെല്ലാം അവർ വിശ്വസിക്കുന്നില്ലേന്ന് ചോദിച്ചു. എടി, അതൊക്കെ പോട്ടെ, അതൊക്കെ എന്റെ കഴിവ്. എനിക്ക് അവിടെ കയറി പറ്റിയാൽ മതിയാവുള്ളൂ. ഇതാണൊരു അവസരം. ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിലേ പിന്നെ എനിക്ക് ഇവിടെ ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മീരയ്ക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു ശ്രുതിയുടെ കാര്യത്തില്. ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിച്ചു, എല്ലാവരും നല്ല ഉറക്കം പിടിച്ചാൻ തോന്നേ, പതുക്കെ എഴുന്നേറ്റ് പോകാം എന്ന് കരുതി എഴുന്നേറ്റു. പക്ഷെ ചന്ദ്രമതിക്കാണ് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രമതിയുടെ മനസ്സിൽ രേവതി പറഞ്ഞ കാര്യങ്ങളാ. ദേവു വിളിച്ചിട്ടുണ്ടായിരുന്നു, ശ്രുതി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. ഇനി അവൾ പ്രഗ്നന്റ് ആയിരിക്കോ അല്ലയോ എന്നൊരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട്. ചന്ദ്രമതി പതുക്കെ എഴുന്നേറ്റു. ഉറക്കം വരത്തില്ലാത്തോണ്ട് ഹാളിലേക്ക് വരുവാണ്. ഈ സമയത്ത് സച്ചിൻ രേവതിയും കൂടെ ഹാളിൽ കിടന്നുറങ്ങുന്നേ. ശ്രുതി പാത്തും പതുങ്ങിയും പമ്മിയലോടെ വരുവാണ്. അപ്പോഴാണ് ചന്ദ്രമതി ആ കാഴ്ച കാണുന്നത്. ശ്രുതി മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഒരു നിമിഷം ചന്ദ്രമതി ശ്രുതിയൊന്ന് നോക്കി. ആ വരവ് അത്ര ലക്ഷണമുള്ള വരവല്ലെന്ന് മനസ്സിലായി. പെട്ടെന്ന് എടാന്ന് പറഞ്ഞ ഒറ്റ വിളിയായിരുന്നു. ശ്രുതി ഞെട്ടിപ്പോയി. അപ്പോഴേക്കും വിളിയോച്ച കേട്ടിട്ട് രേവതി സച്ചിയൊക്കെ ചാടി എഴുന്നേറ്റു. ഇതെന്താ മറിമായം? കാരണം ഉറങ്ങാൻ കിടന്നവരെല്ലാം ഹാളിലുണ്ട്. അവർക്കൊന്നും മനസ്സിലായില്ല. ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതേ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് നീ ഇതെങ്ങോട്ടാന്ന് ചോദിച്ചു. അമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടു, എന്റെ കുഞ്ഞിനെ സ്വപ്നം കണ്ടു. ഈ സമയത്ത് ഞാൻ ശ്രുതിയുടെ അടുത്ത് വേണ്ടല്ലേ, എനിക്ക് സഹിച്ചില്ലമ്മേ, അതുകൊണ്ട് അവളെ കാണാൻ പോന്ന് കരുതി ഞാൻ ഇറങ്ങിയതാന്ന് പറഞ്ഞു. സച്ചിൻ രേവതിയൊക്കെ അന്തം വിട്ട് നിൽക്കുവാണ്. ചന്ദ്രമതി എന്താ പറയുന്ന അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞേടാ അമ്മേ, പോവല്ലത് മാത്രം പറയരുത്, എന്നെ വിടണമെന്ന് പറഞ്ഞ് ചന്ദ്രമതിയുടെ മുന്നിൽ നിന്ന് കൈ കൂപ്പി തൊഴുവാണ്. അമ്മേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വിട്, പറ്റില്ല എന്ന് പറയരുതെന്ന് പറഞ്ഞു. ഒടുവിൽ ചന്ദ്രമതി പറഞ്ഞു, ആയിക്കോട്ടെ. നീ എന്തിനാ പോവുക മാത്രമല്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. സത്യമാണമ്മ പറയണമെന്ന് ചോദിച്ചു. അതെ, നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരാനൊക്കെ പറയാണ്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.